പൈനാപ്പിളിൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ. നമുക്ക് നല്ലൊരു കിഡിലൻ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് സീരീസ് ആയിട്ട് ഒരു 3-4 ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഒന്നാണ് പൈനാപ്പിൾ ജാം. ഇത് തുടക്കം തന്നെ നല്ലൊരു മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് ശേഷം ഇനി 2 ടൈപ്പ് ഓഫ് വൈന്, പ്ലം കേക്കൊക്കെ വരുന്നുണ്ട്. ഈ ജാം നമ്മൾ യാതൊരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ചേർക്കാതെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുത്ത ഒന്നാണ് കേട്ടോ. നമ്മൾ ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടകളിൽ നിന്ന് എന്തിനാണ് ജാം വാങ്ങിക്കുന്നത്, അതിനെക്കാട്ടി എത്രയോ ടേസ്റ്റ് ആണെന്നറിയോ ഇതിന്. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോഴേ അത് അറിയുള്ളൂ. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പൾപ്പ് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരിക. എന്നിട്ട് ആ പൾപ്പ് നമ്മൾ അളന്ന് നോക്കുക. എത്രയും പൾപ്പ് ഉണ്ടായിരുന്നോ അതേ അളവിൽ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ അടുപ്പിലോട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ഒരു ചെറിയ തുണ്ട് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഈ കറുവാപ്പട്ട ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഇത് ഇടുന്നത് കൊണ്ട് നമുക്ക് ജാം കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അത് മാത്രമല്ല, ഈ പഞ്ചസാരയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനും ഈ കറുവാപ്പട്ട ഉപയോഗിക്കാം കേട്ടോ. അതിനാണ് നമ്മൾ കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇങ്ങനൊരു പത പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ജാം മൊത്തം തയ്യാറാക്കി എടുക്കാൻ ഏകദേശം ഒരു 20 to 25 മിനിറ്റ് ഒരു നോർമൽ സ്റ്റാൻഡേർഡിൽ അത്രയും സമയം എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ കട്ടിയുടെയും പൈനാപ്പിളിൻ്റെ വലിപ്പത്തിനും ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5 മിനിറ്റൊക്കെ മാറ്റം വരാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കട്ടിയായി പോകരുത്. നമ്മൾ ജാമിലൊക്കെ തേക്കുമ്പോഴത്തേക്ക് അതങ്ങ് കട്ടി പിടിച്ചു പോകും. ഒരുപാട് വെള്ളമായും പോകരുത്. ഒരു ലൈറ്റായിട്ട് ക്രീമി പരുവത്തിലായിരിക്കണം നമ്മൾ ജാം തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രീം ആവാൻ തുടങ്ങുന്ന ആ പരുവത്തിന് തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. ഇപ്പോൾ ദേ ഒന്ന് കുറുവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ പഞ്ചസാര തണുത്ത് കഴിയുമ്പോൾ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ നീര് ഒഴിക്കുന്നത്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് തണുപ്പിച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ തണുത്ത് കഴിഞ്ഞപ്പോൾ ദേ പതയൊക്കെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ വരും. അത് നമ്മളൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതിനോടങ്ങ് യോജിച്ച് ചേർന്നോളും. ഇനി അതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ആ കറുവപ്പട്ട അങ്ങനെ എടുത്തങ്ങ് കളയുക. അതിനുശേഷം വെള്ളം നനവില്ലാത്ത ബോട്ടിലുകളിൽ സൂക്ഷിച്ച് വയ്ക്കുക. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഈ പരുവമായിരിക്കണം ജാം നമ്മൾ ബോട്ടിലിൽ സൂക്ഷിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത്. ഇത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും ഈ ജാം. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാതെ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ജാമിന്. നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് നമ്മൾ ഹോം മെയ്ഡ് ജാം തയ്യാറാക്കുന്നത്. ഇതുപോലെയാണ്, ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബ്രെഡിലൊക്കെ തേക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ജാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ.